ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ മോശം തുടക്കത്തിന് ശേഷം ശക്തമായി തിരിച്ചെത്തുകയാണ് മുംബൈ ഇന്ത്യൻസ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഡൽഹി ക്യാപ്റ്റൻസിന്റെ വിജയക്കുതിപ്പിന് പൂട്ടിട്ടപ്പോൾ അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. മുംബൈയുടെ താരനിര എല്ലാ ടീമുകളെക്കാളും ശക്തമാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും സന്തുലിതമായ താരനിരയെ മുംബൈക്കൊപ്പം കാണാനാകും. എന്നാൽ ഇതിനൊത്ത പ്രകടനം ടീം കാഴ്ചവെക്കുന്നില്ലെന്ന് പറയാം. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈയുടെ താരങ്ങളെല്ലാം ഇപ്പോൾ പതിയെ ഫോം വീണ്ടെടുക്കുന്നുണ്ട്. എന്നാൽ മുംബൈ നിരയിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് മുൻ നായകൻ രോഹിത് ശർമ്മയാണ്. മുംബൈ 5 തവണ കപ്പിലേക്ക് എത്തിച്ച രോഹിത് ഇതിഹാസ ബാറ്റ്സ്മാൻ കൂടിയാണ്. എന്നാൽ ഇത്തവണ തൊട്ടതെല്ലാം രോഹിത്തിന് പിഴയ്ക്കുകയാണ്. 7 മത്സരങ്ങൾ കഴിയുമ്പോഴും ഒരു മികച്ച പ്രകടനം പോലും നടത്താൻ രോഹിത്തിനാവുന്നില്ല. ഇമ്പാക്ട് പ്ലെയറായി നിലവിൽ ബാറ്റിംഗിൽ മാത്രമാണ് രോഹിത്തിനെ ഉപയോഗിക്കുന്നത്. ഫീൽഡിങ്ങിന് പേരിന് മാത്രമാണ് ഇറക്കുന്നത്. ടീമിന് ബാധ്യതയായി രോഹിത് മാറിയിരിക്കുകയാണ്. രോഹിത്തിനെ മാറ്റി നിർത്തിയാൽ അത് വലിയ ആരാധക വിമർശനത്തിന് വഴിവെക്കുമെന്നതിനാലാണ് ഇത്തരം ഒരു മാറ്റത്തിന് മുംബൈ തയ്യാറാവാത്തത്. ഇപ്പോഴിതാ രോഹിത് സ്വന്തം വില കളയുകയാണെന്ന് അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വീരേന്ദ്ര സേവാഗ്. രോഹിത് ശർമ്മ സ്വയം വില കളയുന്ന രീതിയിലാണ് ഇപ്പോൾ കളിക്കുന്നതെന്നാണ് സേവാഗ് പറയുന്നത്. രോഹിത്തിന്റെ സമയം കഴിഞ്ഞുവെന്നും വഴിമാറേണ്ട സമയമായിരിക്കുന്നുവെന്നാണ് സേവാഗ് ചൂണ്ടിക്കാട്ടുന്നത്. സേവാഗിന്റെ വിലയിരുത്തൽ ഏറെക്കുറെ സത്യമാണെന്ന് തന്നെ പറയാം. ടീം മാനേജ്മെന്റിനും പരിശീലക സംഘത്തിനും ബാധ്യതയെ രോഹിത് മാറുകയാണ്. മുംബൈക്ക് 5 കിരീടം നേടിക്കൊടുത്ത നായകനായതിനാലാണ് രോഹിത്തിനെതിരെ വലിയ വിമർശനം ഉയരാത്തതെന്ന് പറയാം. കഴിഞ്ഞ 10 വർഷത്തെ രോഹിത്തിന്റെ കണക്കുകൾ നോക്കുക. ഒരു സീസണിൽ 400-ന് മുകളിൽ റൺസ് അവൻ നേടിയത് ഒരു തവണ മാത്രമാണ്. ഇതിൽ നിന്ന് തന്നെ രോഹിത് ഒരു സീസണിൽ 500-ന് മുകളിൽ റൺസ് നേടുന്ന താരമല്ലെന്ന് വ്യക്തമാവും. അവൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നേരാവും. പക്ഷെ വസ്തുത തിരിച്ചറിയാൻ രോഹിത് തയ്യാറാവണം. അല്ലാത്ത പക്ഷം നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുന്നത് തന്റെ സൽപ്പേരിനെ ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ഇതിനോടകം രോഹിത് ശർമ്മ വിരമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പുറത്താക്കേണ്ട സാഹചര്യം ഒരുക്കാതെ മാറിക്കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് സേവാഗ് പറയുന്നത്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള രോഹിത്തിന് പക്ഷേ ഈ സീസണിൽ കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതേ മോശം ഫോമിൽ തുടർന്നാൽ രോഹിത്തിന് മുംബൈ പ്ലേയിങ് ലെവലിൽ നിന്ന് തഴയാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ പുറത്താക്കിയാൽ ഇത് രോഹിത്തിന്റെ സൽപ്പേരിന് വലിയ കളങ്കമുണ്ടാക്കുമെന്നത് ഉറപ്പാണ്.